മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. സെവൻമല എസ്റ്റേറ്റ് പാർവതി ഡിവിഷനിലാണ് കട്ടക്കൊമ്പൻ എന്ന ആന എത്തിയത്. ലയങ്ങൾക്ക് സമീപം എത്തിയ കാട്ടാന ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നു. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ഒറ്റക്കൊമ്പനാണ് കാഞ്ഞിരവേലിയിലെ കൃഷിയിടത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചത്. 4 ഏക്കറോളം കൃഷി നശിപ്പിച്ചു. കാട്ടാന ആക്രമണത്തിൽ വയോധിക ഇന്ദിര കൊല്ലപ്പെട്ട സ്ഥലത്തിന് സമീപമാണ് ഒറ്റക്കൊമ്പൻ ഇറങ്ങിയത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നും വിഷ്ണു സുരേഷ് കാഞ്ഞിരവേലിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം രാഹുൽ വിജയനിലേക്ക്. രാഹുൽ, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? വേണു, കട്ടക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള ആന ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ, ഈ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ആശങ്കപ്പെടുത്തുന്ന കാര്യം, കഴിഞ്ഞ 2 മാസത്തിനിടെ മൂന്നാർ മേഖലയിൽ 2 പേര് കൊല്ലപ്പെട്ടിരുന്നു. സുരേഷ് കുമാർ, പാൽരാജ്, ഇവർ 2 പേരും കൊല്ലപ്പെട്ടത് ഈ കട്ടക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയുടെ ആക്രമണത്തിലാണെന്ന് നാട്ടുകാർ അന്നേ പറഞ്ഞിരുന്നു. എന്തായാലും ആ ആന വീണ്ടും ജനവാസ മേഖലയിൽ എത്തിയതോടുകൂടി വലിയ ആശങ്ക നാട്ടുകാർക്കുണ്ട്. ഇതിന്റെ കൊമ്പാണ് ഈ ആനയെ തിരിച്ചറിയാൻ വേണ്ടി പ്രധാനമായും നോക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആന തന്നെയാണ് 2 പേരുടെ മരണത്തിന് കാരണമായത് എന്നുള്ളത് നാട്ടുകാർ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും രാവിലെ 8 മണിയോടുകൂടി എസ്റ്റേറ്റിന്റെ ലയങ്ങളോട് ചേർന്ന് എത്തുകയും 1.5 മണിക്കൂറോളം അത് ലയങ്ങളോട് ചേർന്ന് ചുറ്റിക്കറങ്ങുകയും ചെയ്തു. ഇപ്പോൾ അത് ഈ ലയങ്ങളിലേക്കുള്ള വഴിയിലൂടെ പയ്യെ നടന്ന് ഈ തോട്ടം മേഖലയിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും എപ്പോൾ വേണമെങ്കിലും അത് ഈ ലയങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരാം. സ്കൂൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയത്താണ് ആന എത്തിയത്. മാത്രമല്ല, തോട്ടം തൊഴിലാളികൾ ജോലിക്ക് പോകുന്നതിനിടയിൽ ആന ഇങ്ങനെ എത്തിയത് വലിയ ആശങ്ക ഈ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. വനം വകുപ്പിന്റെ അധികൃതർ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ടോ രാഹുൽ? വനം വകുപ്പിന്റെ സ്പെഷ്യൽ RRT ടീം മൂന്നാർ മേഖലയിൽ ഉള്ളതാണ്. അവർ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതാനും, പക്ഷെ ആന ഇറങ്ങാതെ നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിന്റെ ഒരു പരാതി നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. RRT അംഗങ്ങൾ കൂടുതൽ എത്തി ആനയെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കാരണം ഇത് മാങ്കുളം മേഖലയിൽ നിന്ന് ഒരു 4 മാസം മുമ്പ് മൂന്നാർ മേഖലയിലേക്ക് എത്തിയ ആനയാണ്. അത് വലിയ തരത്തിലുള്ള അക്രമ സ്വഭാവം കാണിക്കുന്നുണ്ട്. അതിനെ തീർച്ചയായിട്ടും തിരിച്ച് വനമേഖലയിലേക്ക് തുരത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തേണ്ടത് അടിയന്തരമായി ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി, ഇപ്പോൾ നേര്യമംഗലം കാഞ്ഞിരവേലിയിലും കാട്ടാന ആക്രമണം, അതിന്റെ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. വിഷ്ണു, നേരത്തെ ഒരു ജീവൻ പൊലിഞ്ഞ സ്ഥലമാണ്. നാട്ടുകാർ പരിഭ്രാന്തിയിലാണോ? എന്താണ് വിവരങ്ങൾ? വേണു, 2 ആഴ്ച മുമ്പാണ് ഈ കാഞ്ഞിരവേലിയിൽ ഈ പ്രദേശത്ത് ഇന്ദിര എന്ന് പറയുന്ന വയോധികയ്ക്ക് കാട്ടാനാക്രമണത്തിൽ ജീവൻ നഷ്ടമായത്. അതിന് സമീപത്ത് തന്നെയാണ് ഇന്നലെ രാത്രിയോടെ ഈ കൃഷിയിടത്തിലേക്ക് ഒറ്റക്കൊമ്പനെത്തുകയും 4 ഏക്കറോളം വരുന്ന കൃഷി നശിപ്പിക്കുകയും ചെയ്തത്. ഭാസ്കരൻ, രവി എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള കൃഷി പറമ്പിലേക്കാണ് ഈ ആന എത്തി ആ പ്രദേശത്തെ വാഴ ഉൾപ്പെടെയുള്ള കൃഷി നശിപ്പിച്ചത്. നിലവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി അവിടെ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അല്ലെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള നടപടികൾ വേണമെന്ന് നാട്ടുകാർ ഒന്നാകെ ആവശ്യപ്പെടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇന്ദിര കൊല്ലപ്പെട്ട ഘട്ടത്തിൽ ഇവിടെ ഈ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ, അതല്ല എങ്കിൽ നിരീക്ഷണങ്ങൾ ഉൾപ്പെടെ ശക്തമാക്കുമെന്നൊക്കെ വനംവകുപ്പും അതോടൊപ്പം മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഉറപ്പ് നൽകിയിരുന്നു. അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആക്ഷേപമായി നിലവിൽ ഈ നാട്ടുകാരും കൃഷിക്കാരും എല്ലാം ഉയർത്തുന്നത്. നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് പറയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ പറച്ചിൽ മാത്രം കാര്യങ്ങൾ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് നിലനിൽക്കുന്ന ആക്ഷേപം. നിലവിൽ ആന അവിടെ നിന്ന് കാട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ രാത്രിയോടുകൂടി പിന്നെയും വരാനുള്ളൊരു സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. വേണു, വിഷ്ണു സുരേഷും രാഹുൽ വിജയനുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.